ആദ്യം നമുക്ക് പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത് എടുക്കാം. ഫുൾ ലെങ്ത് പാൻറ്റ് എവിടെയാണ് ഇടുന്നത് അത് മുതൽ എത്ര ലെങ്ത് വരെ വേണം, അതാണ് ഫുൾ ലെങ്ത്. അത് കഴിഞ്ഞ് നമുക്ക് ഹിപ്പ് റൗണ്ട് എടുക്കാം. ഹിപ്പിൻ്റെ അവിടെ റൗണ്ട് എടുക്കുക. 2 വിരൽ ഉള്ളിലിട്ടിട്ടുള്ള ലൂസിൽ ഹിപ്പ് റൗണ്ട് എടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ക്രോച്ച് ലെങ്ത് എടുക്കണം. ക്രോച്ച് ലെങ്ത് എന്ന് പറഞ്ഞാൽ ബോട്ടം ഇടുന്നത് മുതൽ ഇവിടെ വരെയുള്ള ലെങ്താണ് ക്രോച്ച് ലെങ്ത്. അത് നോർമൽ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അത് നോർമൽ ഒരു 12-13 ഇഞ്ചൊക്കെ മതി. പിന്നെ വണ്ണം ഉള്ളവർക്ക് ഒരു 14-15 ഇഞ്ച് വരെ എടുക്കാം. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഒരു അളവ് ബോട്ടം നോക്കിയിട്ട് അതിൻ്റെ ക്രോച്ച് എത്രയാണെന്ന് നോക്കിയിട്ട് ആ ക്രോച്ച് എടുക്കുക. തുണി നമ്മൾ മടക്കേണ്ടത് ഇവിടെ ഒന്ന് മടക്കിയിട്ടുണ്ട്, ഒരു മടക്ക് മടക്കിയിട്ടുണ്ട്. വീണ്ടും ഈ അറ്റത്തുനിന്നെടുത്ത് ഇങ്ങനെ ക്രോസ് ചെയ്യുക. ഇങ്ങനെ കോണായിട്ട് മടക്കുക. എന്നിട്ട് ആ തുണി ഇങ്ങനെ വെക്കുക. നമ്മളിങ്ങനെ തുണി മടക്കിയിട്ട് ഈ ഭാഗത്ത് നമ്മൾ അളവെടുക്കണം. ഈ ഭാഗത്ത് അളവെടുക്കേണ്ടത് നമുക്ക് എത്രയാണ് ഹിപ്പ് റൗണ്ട്, ഹിപ്പ് റൗണ്ടിനെ 4 വെച്ച് ഹരിച്ചിട്ട് 1.5 ഇഞ്ച് കൂടുതലെടുക്കുക. ഹിപ്പ് റൗണ്ട് ഡിവൈഡ് ബൈ 4 + 1.5 ഇഞ്ച്, അതായത് എനിക്ക് കിട്ടുന്നത് 11ആണ്. അപ്പോൾ ഒരു 10 ഇഞ്ച് ഞാൻ എടുക്കുന്നുള്ളൂ. തൻ്റെ ഇവിടെ ഇങ്ങനെ 10 ഇഞ്ച് കിട്ടുന്ന പോലെ എടുക്കുക. 11 ഇഞ്ചാണ്, ഞാനൊരു 10 ഇഞ്ച് 1 ഇഞ്ച് കുറച്ചാണ് എടുക്കുന്നത്. കറക്റ്റായിട്ട് 10 ഇഞ്ച് കിട്ടുന്നിടത്ത് മാർക്ക് ചെയ്യുക. അതായത് ഇവിടെ എടുക്കുന്നത് ഹിപ്പ് റൗണ്ട് ഡിവൈഡ് ബൈ 4 + 1.5 ഇഞ്ച് ആണ് വേണ്ടത്. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 10 ഇഞ്ച് എടുത്തു. എന്നിട്ട് നമ്മൾ ഈ ലൈൻ്റെ മിഡ് പോയിൻ്റ് എടുക്കുക. 10 ആയതുകൊണ്ട് 5 മിഡ് പോയിൻ്റ് എടുത്തിട്ട് മിഡ് പോയിൻറ്റിൽ നിന്ന് താഴത്തേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്നൊരു കേർവ് ലൈൻ കൊടുക്കുക. അപ്പം 10 എന്നുള്ളത് 11 ഇഞ്ചാവും. എന്നിട്ട് ഇവിടെ ഫോൾഡാണ്. ഈ ഓപ്പൺ അയക്കുന്ന ഈ സൈഡിൽ ഇവിടെ ഒരു ഓപ്പൺ ഉണ്ട്. ഇവിടെ നമ്മൾ ക്രോച്ച് ലെങ്ത് എടുക്കണം. ക്രോച്ച് ലെങ്ത് എടുക്കുന്നത് ഹിപ്പ് റൗണ്ട് ഡിവൈഡ് ബൈ 4 + 3 ഇഞ്ചാണ്. അപ്പോൾ ഹിപ്പ് റൗണ്ട് ഡിവൈഡ് ബൈ 4 + 3 ഇഞ്ച് എന്ന് പറയുമ്പോൾ എനിക്കൊരു 12.5 കിട്ടും. ഞാൻ ബാൻഡ് ഒരു 4 ഇഞ്ച് മേളിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ 12.5 4 വെച്ച് മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 8.5ആണ്. ഞാൻ ആ 8.5ആണ് ഇവിടെ ക്രോച്ച് ലെങ്ത്ത് എടുക്കുന്നത്. ക്രോച്ച് ലെങ്ത്ത് -4 ഇഞ്ച്. എല്ലാവർക്കും എത്രയാണ് ബാൻഡ് വേണ്ടത് അത് വെച്ച് മൈനസ് ചെയ്താൽ മതി. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 3 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്തെടുത്തുനിന്ന് 3 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തു. എന്നിട്ട് അവിടെ നമ്മൾ ക്രോച്ചിൻ്റെ ഷേപ്പ് കൊടുക്കുക. ഇങ്ങനൊരു ഷേപ്പ് കൊടുത്തു. ഇനി നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യുക. ലെങ്ത് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ഫുൾ ലെങ്ത് എത്രയാണോ അതിനെ ബാൻഡ് മൈനസ് ചെയ്തിട്ട് +1 ഇഞ്ച്. അതാണ് നമ്മൾ ഈ കേർവ് ലൈൻ ഉണ്ടല്ലോ, ആ കേർവ് ലൈനിൽ നിന്ന് താഴത്തേക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഫുൾ ലെങ്ത് മൈനസ് ബാൻഡ് +1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എനിക്ക് കിട്ടുന്നത്ര ഞാൻ എടുക്കുകയാണ്. എനിക്ക് കിട്ടുന്ന 27.5 അത് മാർക്ക് ചെയ്തു. പിന്നെ ഇവിടുന്ന് ആ കേർവ് ലൈനിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഓരോ പോയിന്റിൽ നിന്നും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിൻ്റ് എല്ലാം ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ കേർവ് ലൈൻ 2ാമത്തെ ലൈനാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി ക്രോച്ച്. എന്നിട്ട് നമ്മളിവിടെ ഫോൾഡാണ്, അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനത്തെ 2 പീസ് കിട്ടും. 2 പീസ് കിട്ടിയിട്ട് ഇനി നമുക്ക് ബാൻഡ് കട്ട് ചെയ്യണം. ബാൻഡിന് വേണ്ടി നമ്മൾ 2 ലെയർ തുണിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. 2 ലെയർ തുണിയുണ്ട്, അതിനെ ഒന്ന് മടക്കുക. മടക്കി 2 ലെയർ തുണി ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമ്മുടെ ബോട്ടത്തിൻ്റെ പീസ് എടുക്കുക. ബോട്ടത്തിൻ്റെ പീസിൻ്റെ മോൾ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ എടുത്ത ഹിപ്പ് റൗണ്ട് ഡിവൈഡ് ബൈ 4 + 1.5 എന്നുള്ള അതും ഒന്ന് മടക്കുക. ആ ബോട്ടവും ഇവിടെ ഒന്ന് മടക്കിയിട്ട്
അതിൻ്റെ അളവെടുക്കുക. എന്നിട്ട് ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത് ബാൻഡ് ലെങ്ത് അതിൻ്റെ ഡബിള് പ്ലസ് 1 ഇഞ്ച്. അതായത് ബാൻഡ് ലെങ്ത് ഞാൻ 4 ഇഞ്ചായിരുന്നു എടുത്തത്. അതിൻ്റെ ഡബിളെന്ന് പറയുമ്പോൾ 8 + 1 9 ഇഞ്ച് എടുക്കുക. അത് ഈ ഫോൾഡിൻ്റെ അവിടെ ആ ലെങ്ത് എടുത്തു. ഇങ്ങോട്ട് ബോട്ടത്തിൻ്റെ വീതി എന്നിട്ടതങ്ങ് ജോയിൻ ചെയ്തു നമ്മളിതങ്ങ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 2 ലെയർ ബാൻഡിൻ്റെ പീസ് കിട്ടും. 1 2. അതായത് നമ്മളുടെ ബോട്ടത്തിൻ്റെ മോൾ ഭാഗത്തിൻ്റെ അളവ്. അപ്പോൾ ഒരു പാൻറ്റിൻ്റെ പീസും ഒരു ബാൻഡും എടുക്കുക. എന്നിട്ട് അതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും നോക്കിയിട്ട് 1/2 ഇഞ്ച് തയ്യത്തുമ്പിൽ ഇതങ്ങ് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ മറ്റേ പീസിൻ്റെ മോൾ ഭാഗവും ബാൻഡിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ച് 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ബാൻഡ് ജോയിൻ ചെയ്തിട്ട് ഒന്നിങ്ങനെ നിവർത്തി വെക്കുക. അതിൻ്റെ നല്ല വശത്ത് മറ്റേ പീസിൻ്റെയും ബാൻഡ് ജോയിൻ ചെയ്തത് ഇതിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ക്രോച്ച് സ്റ്റിച്ച് ചെയ്യുക. അതെ, ഇവിടെ നിന്ന് 1/2 ഇഞ്ച് ഇങ്ങനെ വന്ന് ക്രോച്ചിൻ്റെ അറ്റം വരെ പോകരുത്. ഒരു 2 ഇഞ്ചിൻ്റെ അവിടെ ആകുമ്പോൾ നിർത്തണം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. 2 ലെയറും കൂടി ചേർത്ത് വെച്ചിട്ടാണ്. അതുപോലെ ഇപ്പുറത്തെ സൈഡ് ക്രോച്ചും മേളിൽ നിന്ന് ബാൻഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ക്രോച്ചിൻ്റെ അറ്റം വരെ പോകാണ്ട് 2 ഇഞ്ചിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തുക. നമ്മൾ 2 ക്രോച്ചിൻ്റെ അവിടെയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബാൻഡ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ചൊന്ന് മടക്കി ഇവിടെ കൊണ്ടുവരിക. ഈ തയ്യത്തുമ്പ് മേളിലോട്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക. ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ഗ്യാപ്പ് കൊടുക്കണം. ഇലാസ്റ്റിക് ഇടാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചുറ്റും സ്റ്റിച്ച് ചെയ്യാൻ. ഒന്ന് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. മടക്കിയിട്ട് ഇങ്ങനെ ചുറ്റും സ്റ്റിച്ച് ചെയ്യുക. ഒരു ഗ്യാപ്പ് ഇടുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇലാസ്റ്റിക് ഇടണം. നമ്മൾ ബാൻഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടേക്കാണ് നമ്മൾ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി. അതുപോലെ ഇലാസ്റ്റിക്കിൻ്റെ ഈ നീളമെന്ന് പറയുന്നത് നമ്മളുടെ ബോട്ടം ഇടുന്ന വേസ്റ്റ് റൗണ്ടിൻ്റെ 1/4 ഭാഗമാണ്. വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 1/4 ഭാഗമാണ് ഈ ഇലാസ്റ്റിക്. അപ്പോൾ ഇലാസ്റ്റിക് ഇതിലെ കൂടെ കയറ്റി പുറത്ത് കൊണ്ടുവരിക. ഇലാസ്റ്റിക് നമ്മളിട്ടിട്ട് രണ്ടും കൂടി ജോയിൻ ചെയ്യുക. എന്നിട്ട് ഇതകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ ഇതങ്ങ് ഗ്യാപ്പങ്ങ് ഫില്ല് ചെയ്യുക. നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കഴിഞ്ഞിട്ട് ഇലാസ്റ്റിക് ഒന്ന് വലിച്ച് പിടിച്ച് ഇതിൻ്റെ പുറത്തൂടെ 1 2 സ്റ്റിച്ച് ഇതിൻ്റെ പുറത്തൂടെ അടിക്കുക. എന്നിട്ട് നമ്മളിനി സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ ക്രോച്ചിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മളതിൻ്റെ മുഴുവനും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ കാലിൻ്റെ താഴത്തെ ഭാഗത്തു നിന്ന് 1/2 ഇഞ്ച് ഇങ്ങനെ വന്ന് സ്റ്റിച്ച് ചെയ്ത് ഈ അറ്റം വരെ കൊണ്ടുവരിക. കണ്ടോ, ഒരു കാലിൻ്റെ ഈ അറ്റത്തുനിന്ന് ഇവിടം വരെ കൊണ്ടുവരിക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഈ താഴത്തു നിന്ന് ഈ അറ്റം വരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ 2 കാലിൻ്റെയും ഇവിടെ അങ്ങ് സ്റ്റിച്ച് ചെയ്തു. ഇപ്പുറത്തെ കാലിൻ്റെ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ തുറന്ന് കിടക്കുമായിരിക്കും ആ ക്രോച്ചിൻ്റെ അവിടെ. അപ്പോൾ നമ്മൾ 2 ക്രോച്ചിൻ്റെയും തുമ്പ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഈ ഗ്യാപ്പങ്ങ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ താഴത്തെ ബോട്ടത്തിൻ്റെ റൗണ്ട് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ റൗണ്ടിൽ ചെറിയ മടക്കിൽ 2 മടക്ക് ഇങ്ങനെ കൊടുക്കുക. 2 മടക്ക് ചെറുതായിട്ട് മടക്കിയിട്ട് റൗണ്ടിൽ ഒരു കാലും അതുപോലെ മറ്റേ കാലും ഇതുപോലെ ഒരു മടക്ക് ഒന്നുകൂടെയും മടക്കി റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക.